ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എഡ്യൂബൈറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ആയിട്ട് വരുന്നത്. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നുകൊണ്ടാണ് നമുക്ക് റെഗുലർ ആയിട്ട് വീഡിയോ ഇട്ട് പോകാൻ പറ്റാതിരുന്നത്. അപ്പൊ നമ്മൾ തുടങ്ങി വെച്ചിരുന്ന ഒരു സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പൈത്തൺ ജാങ്കോ വെബ് ഡെവലപ്മെന്റിന്റെ ഒരു സീരീസ് ആയിരുന്നു നമ്മൾ തുടങ്ങി വെച്ചിരുന്നത്. ആ സീരീസ് നമുക്ക് ഇനി കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ട്. എത്രയും പെട്ടെന്ന് നമ്മൾ ഫസ്റ്റ് ദിവസം, അതായത് പൈത്തൺ ജാങ്കോയുടെ ഫസ്റ്റ് ദിവസം പറഞ്ഞതുപോലെ തന്നെ 60 ദിവസം കൊണ്ട്, അപ്പം 60 വീഡിയോ സീരീസ് കൊണ്ട് നമുക്കത് തീർക്കേണ്ടതുണ്ട്. അപ്പൊ മാക്സിമം ഇനി എല്ലാ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വീഡിയോസ് വരുന്നതായിരിക്കും, ഒരു ലാഗ് വരാണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നാൽ പൈത്തണിനകത്ത ലിസ്റ്റ് വരെയായിരുന്നു എന്നാണ് എന്റെ ഒരു ഓർമ്മ, അല്ലേ? പൈത്തണിനകത്ത ലിസ്റ്റ് വരെയായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത്. ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത് എന്താണ്, ടപ്പിൾസിലേക്കാണ് പോകുന്നത്. പൈത്തണിനകത്ത അടുത്തൊരു കളക്ഷൻ ഡേറ്റ ടൈപ്പ് ആയ ടപ്പിൾസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പം പറയുകയാണെങ്കിൽ എന്താണ്, ടപ്പിളും പൈത്തണിനകത്തുള്ള എന്താണ് അനദർ ടൈപ്പ് ഓഫ് സീക്വൻസ് ഡേറ്റ ടൈപ്പ് തന്നെയാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ്, ടപ്പിൾ കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് വാല്യൂസ് സെപ്പറേറ്റഡ് ബൈ കോമാസ്. അതായത് ടപ്പിളിനകത്തും എങ്ങനെയാണ്, ലിസ്റ്റിലെ പോലെ തന്നെയാണ് നമ്മുടെ എന്താണ് എലമെന്റ്സിനെ അല്ലെങ്കിൽ വാല്യൂസിനെ എന്താണ് കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ടപ്പിൾസിനകത്തും സ്റ്റോർ ചെയ്തേക്കുന്നത്. ഇനി ലിസ്റ്റിൽ നിന്നുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്, ടപ്പിൾ ലിസ്റ്റും ഞാൻ പറഞ്ഞു, ടപ്പിളിനകത്ത് നമ്മൾ എന്താണ് കോമയായിട്ടാണ് വാല്യൂസിനെ സ്റ്റോർ ചെയ്യുന്നത് അല്ലെങ്കിൽ എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യുന്നത്. അതേപോലെ ലിസ്റ്റിനകത്തും എന്താണ് കോമ ഇട്ടിട്ടാണ് എലമെന്റ്സിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ലിസ്റ്റിനകത്ത് എന്താണ് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തേക്കുന്നതല്ലേ. ടപ്പിൾസിനകത്ത് വരുമ്പോഴത്തേക്ക് നമ്മളെ പരാന്തിസിസ്, അതായത് നമ്മളെ സാധാ ബ്രാക്കറ്റ് ഉണ്ടല്ലോ, അതാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ടപ്പിൾസ് ആർ ഇമ്മ്യൂട്ടബിൾ. ടപ്പിൾസ് ആർ ഇമ്മ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ടപ്പിൾസിനകത്ത് നമുക്ക് എന്താണ് ചേഞ്ചിങ് ഒന്നും നടക്കത്തില്ല. അതായത് ഒരു പ്രാവശ്യം നമ്മൾ ടപ്പിൾ ക്രിയേറ്റ് ചെയ്താൽ അതിനകത്ത് വാല്യൂവിനെ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ എന്താണ് വാല്യൂസിനെ റിമൂവ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ടപ്പിൾസിന് നമ്മൾ എന്താണ് ഇമ്മ്യൂട്ടബിൾ ആണെന്ന് പറയും. ഇനി നമുക്ക് എന്താണ് ഒരു ടപ്പിളിനെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഒരു ടപ്പിളിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, അതിനകത്ത് എലമെന്റ്സിനെ എങ്ങനെ ആക്സസ് ചെയ്യും എന്നൊക്കെ നോക്കാം. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് നമ്മൾ IDE ആണ്, അതായത് നമ്മൾ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തപ്പം അതിനകത്ത് അതിന്റെ കൂടെ കിട്ടിയ IDE ആണ്. അപ്പൊ അതായിരിക്കും ഇച്ചിരി കൂടെ നമുക്ക് എന്താണ് കോഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എളുപ്പം. അതുകൊണ്ടിട്ടാണ് ഞാൻ അത് തന്നെ എടുക്കുന്നത്. ഞാൻ ജസ്റ്റ് എന്താണ് ഇതിന്റെ സൈസും കൂടെ ഒന്ന് മാറ്റിയാൽ നമുക്ക് നിങ്ങൾക്ക് കാണാനും എളുപ്പമായിരിക്കും. ഞാൻ അതിന്റെ സൈസ് ഒന്ന് മാറ്റട്ടെ. ഓക്കെ, അപ്ലൈ. ഓക്കെ, സൈസ് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് ഒരു ടപ്പിളിനെ ക്രിയേറ്റ് ചെയ്യാണ്. ഞാൻ എന്താണ് ടപ്പ് 1 എന്ന് പറഞ്ഞ ഒരു ടപ്പിൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിനകത്തേക്ക് ഞാൻ എന്താണ് എനിക്ക് വാല്യൂസിനെ സ്റ്റോർ ചെയ്യണം, അല്ലേ? അതായത് എനിക്ക് ടപ്പിളിനകത്തേക്ക് സ്റ്റോർ ചെയ്യാനുള്ള എലമെന്റ്സ് ഞാൻ ഇവിടേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ എനിക്കൊരു 10, അതേപോലെ 20, അത് കഴിഞ്ഞിട്ട് എന്താണ് ഒരു ആപ്പിള്, ഒരു ഓറഞ്ച്, അങ്ങനെ എന്താണ് കുറച്ച് വാല്യൂസിനെ ഞാൻ ഇവിടെ സ്റ്റോർ ചെയ്യാണ്, അതായത് കുറച്ച് എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യാണ്. അപ്പം ഇപ്പൊ നമ്മൾ എന്താണ് ഒരു ടപ്പിളിനെ ക്രിയേറ്റ് ചെയ്തു, അല്ലേ? ഇനി ഈ ടപ്പിളിനെ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെയിം എല്ലാത്തിലും ചെയ്യുന്ന അതേ പ്രിന്റിങ് സ്റ്റേറ്റ്മെന്റ് ചെയ്യാണ്. പ്രിന്റ് പിന്നെ ടപ്പിളിന്റെ നെയിം. ഓക്കെ, അത് ടപ്പിളിനെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാണ്, ടപ്പിളിനകത്ത് നമ്മൾ പറഞ്ഞ എന്താണ് ആഡിങ് റിമൂവിങ് ചേഞ്ചിങ് ഓഫ് ഐറ്റംസ് ഒന്നും എന്താണ് ടപ്പിളിലേക്ക് നടക്കത്തില്ല. അതായത് ഇമ്മ്യൂട്ടബിൾ ആണ്. അതായത് അതിനകത്തേക്ക് വാല്യൂവിനെ ആഡ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്, നമ്മളെ ടപ്പിളിന്റെ വാല്യൂസിന് അതിന്റെ ഇൻഡെക്സ് വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ടപ്പിളിനകത്തും ഇൻഡെക്സ് എന്ന് പറയുന്ന സെറ്റപ്പ് ഉണ്ട്. അതായത് ഈ 10 എന്ന് നടക്കുന്ന 0th ഇൻഡെക്സിൽ, 20 എന്ന് നടക്കുന്ന ഫസ്റ്റ് ഇൻഡെക്സിൽ, അങ്ങനെ ഇൻഡെക്സ് വെച്ചിട്ടാണ് പോകുന്നത്. നമുക്ക് എന്താണ് ആ ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് ടപ്പിളിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഇപ്പം ടപ്പിൾ 1, ഇനി എനിക്ക് ഫസ്റ്റ് ഇൻഡെക്സിലെ വാല്യൂ ആണെന്ന് വേണ്ടുള്ളെങ്കിൽ എന്താണ്, ഞാൻ ഇവിടെ 0 കൊടുത്താൽ മതി. 1 കൊടുത്താൽ എന്താണ് അതെ ഫസ്റ്റ് ഇൻഡെക്സിൽ കിടക്കുന്ന 0th ഇൻഡെക്സ്, അതായത് ആദ്യത്തെ ഇൻഡെക്സ് 0th ഇൻഡെക്സിൽ കിടക്കുന്ന വാല്യൂ എത്രയാണ്, 10. അതായത് നമുക്ക് എന്താണ് ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് എലമെന്റ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഒരു ടപ്പിളിനെ അപ്ഡേറ്റ് ചെയ്യണം. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞു ടപ്പിൾ ഇമ്മ്യൂട്ടബിൾ ആയതുകൊണ്ട് തന്നെ ടപ്പിളിനെ അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പൊ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പം എനിക്ക് ഒരു ഇതിനകത്തേക്ക് കുറച്ച് വാല്യൂസിനെ ആഡ് ചെയ്യണം. അപ്പൊ ഞാൻ ആഡ് ചെയ്യേണ്ട വാല്യൂസിനെ പുതിയൊരു ടപ്പിൾ ആക്കി. അപ്പൊ ടപ്പിൾ 2 എന്ന് പറഞ്ഞ ഒരു പുതിയ ടപ്പിൾ ആക്കി. അതിനകത്ത് എനിക്ക് ആഡ് ചെയ്യേണ്ടുള്ള വാല്യൂസ് ഞാൻ കൊടുത്തു. എനിക്ക് 25, 35 ഈ 2 വാല്യൂസ് ആണ് ആഡ് ചെയ്യേണ്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ പുതിയൊരു ടപ്പിൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു ടപ്പിൾ ക്രിയേറ്റ് ചെയ്യാണ്. ടപ്പിൾ 3 = ടപ്പിൾ 1 പ്ലസ് ടപ്പിൾ 2. അതായത് ഈ 2 ടപ്പിളിനെയും കൂടെ ആഡ് ചെയ്ത് ഞാൻ എന്താണ് പുതിയൊരു ടപ്പിളിലേക്ക് സ്റ്റോർ ചെയ്യുകയാണ്. അപ്പൊ എനിക്ക് പുതിയ ടപ്പിളിനകത്ത് എടുത്ത് നോക്കിയാൽ, അതായത് ടപ്പിൾ 3 എന്ന് പറഞ്ഞ പുതിയ ടപ്പിൾ എടുത്ത് നോക്കിയാൽ ഈ 2 വാല്യൂസ് 25, 35 അവിടെ വന്നിട്ടുണ്ട്. അതേപോലെ ബാക്കി 10, 20 ആപ്പിൾ, ഓറഞ്ച് എന്ന് പറഞ്ഞ വാല്യൂസും അവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ എന്താണ്
ടപ്പിളിനകത്തേക്ക് ടപ്പിൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഇങ്ങനെ ഒരു മെത്തേഡാണ്. അതായത് 2 ടപ്പിളിനെ തമ്മിൽ കോൺകാറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്താണ് സാധാരണ ടപ്പിളിനെ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ഇത്രയും കാര്യങ്ങൾ മാത്രം മതി. ഇനി നമുക്ക് പുതിയൊരു കാര്യങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാൻ എന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം. ഓക്കെ, ബൈ.